കേരളം ഒറ്റക്കെട്ടായി ഒരു പ്രകൃതി ദുരന്തത്തെ നേരിടുകയാണ് ഈ നാളുകളിൽ. പുനർനിർമ്മാണത്തെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചും വലിയ പ്രതീക്ഷകളുണ്ട് മലയാളികൾക്ക്. 5 വർഷം മുമ്പ് പ്രളയം വലിയ തോതിൽ നാശം വിതച്ച ഒരു സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ പുനർനിർമ്മാണം ഏതുവരെ എത്തിയെന്ന് അന്വേഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ ട്രൂത്ത് ഇൻസൈഡ്. അഭൗമ സൗന്ദര്യം മുറ്റി നിൽക്കുന്ന ഹിമാലയം എന്ന മഹാമേരു. സമുദ്രനിരപ്പിൽ നിന്ന് 24,000 അടി ഉയരത്തിൽ 100-ലധികം പർവ്വതനിരകൾ. ഈ പർവ്വതസാനുക്കളിൽ ജീവിതത്തിന്റെ പൊരുൾ അന്വേഷിച്ചാണ് ഇതിലൂടെയുള്ള ഓരോ യാത്രകളും. താഴ്വരകളിലെ ഓരോ സ്ഥലനാമങ്ങളും കാൽപ്പനികതയുടെയും ദാർശനികതയുടെയും പൊരുൾ ഉൾക്കൊള്ളുന്നവ. പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഭൂമിയിലെ സ്വർഗമെന്നും ചരിത്ര പ്രാധാന്യം കൊണ്ട് ദേവഭൂമി എന്നും വിളിക്കുന്ന ഇടങ്ങൾ. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ് എന്നീ ചാർധാമാണ് ദേവഭൂമിയിലെ പ്രധാന ആകർഷണം. ഉത്തരാഖണ്ഡ് എന്ന ഈ സംസ്ഥാനത്താണ് ലോകപ്രശസ്തമായ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ സൗന്ദര്യത്തിന്റെ നെറുകയിലൂടെയായിരുന്നു ഹിമാലയൻ സുനാമി എന്നു പേരിട്ട മഹാപ്രളയം കുത്തിയൊഴുകിയത്. 2013 ജൂൺ 16 പേമാരിയായി വന്ന് പ്രളയത്തിന് വഴിമാറി. തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ഏറെയുള്ള സമയം. കനത്ത മഴ, ഉരുൾപൊട്ടൽ, റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു വീണു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൃതദേഹങ്ങൾ ഗംഗയിലൂടെ ഒഴുകി. കേദാർനാഥ് ക്ഷേത്രമൊഴികെ പ്രദേശം ഒന്നാകെ ഗംഗയിലേക്ക് പതിച്ചു. ഇത് 5 വർഷം മുമ്പുള്ള ചിത്രം. അഞ്ചു വർഷം പിന്നിടുമ്പോൾ അതേ മഴക്കാലത്ത് തന്നെ കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന രുദ്രപ്രയാഗിലെ കാഴ്ചകളും ജീവിതവും തേടിയാണ് ഞങ്ങൾ എത്തിയത്. കേദാർനാഥിൽ നിന്ന് കുത്തിയൊഴുകി വന്ന പ്രളയം രുദ്രപ്രയാഗിലാണ് ഏറ്റവും നാശനഷ്ടങ്ങൾ വിതച്ചത്. ഹരിദ്വാർ പിന്നിട്ട് രുദ്രപ്രയാഗിലേക്ക് പോകുന്ന വഴിയാണിത്. വഴിനീളെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒപ്പം കൂറ്റൻ പാറകളും വന്നു വീഴുന്നു. ഏതു നിമിഷവും ജീവൻ അപകടത്തിലാകുന്ന യാത്ര. ഓരോ 1/2 കിലോമീറ്റർ പിന്നിടുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥ തന്നെ. എല്ലായിടങ്ങളിലും JCB മണ്ണും പാറകളും നീക്കിക്കൊണ്ടിരിക്കുന്നു. ഉയരത്തിലേക്ക് പോകുന്തോറും മണ്ണിടിച്ചിൽ കൂടിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കടന്ന് ഒടുവിൽ രുദ്രപ്രയാഗ് എന്ന പട്ടണത്തിലെത്തി. രുദ്രപ്രയാഗിൽ സാധാരണക്കാരന്റെ ജീവിതം പഴയപടിയായോ? ഏതെല്ലാം മേഖലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമായത്? ഇങ്ങനെ ഒഴുകുന്ന നദീതീരങ്ങളിലാണ് പൗരാണിക സംസ്കാരം രൂപപ്പെട്ടത്. രുദ്രപ്രയാഗിലൂടെ ഒഴുകുന്ന മന്ദാകിനി നദി. അളകനന്ദയും മന്ദാകിനിയും ഒന്നിച്ചു ചേർന്ന് ഗംഗയിലേക്ക് ലയിക്കുന്ന രുദ്രപ്രയാഗിന്റെ തീരങ്ങളിൽ ആയിരങ്ങൾ ജീവിതം കെട്ടിപ്പടുത്തു. വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമായി കെട്ടിടങ്ങൾ ഉയർന്നു. ടൂറിസം വളർന്നു. ഇവയെല്ലാമാണ് പ്രളയം നിമിഷങ്ങൾ കൊണ്ട് കവർന്നെടുത്തത്. സംസ്ഥാനത്തെ 2232 വീടുകൾ ഗംഗയിലൊഴുകി. രുദ്രപ്രയാഗിലെ തിൽവാഡ, അഗസ്ത്യമുനി, ചന്ദ്രാപുരി എന്നീ പ്രദേശങ്ങളിലാണ് വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായത്. हिमालय तो एक ही है ना, इस तरफ जैसे केदार होगा, केदारनाथ होगा, यहीं पर बद्रीनाथ होगा, यहीं गंगोत्री यमुनोत्री होगा. जैसे हमारे यहाँ नीचे बहुत बड़ी मकानी थी, हमारे गांव वालों की भी, जैसे गांव में भी थी मकान,
वहाँ भी ज़मीन थी, अपनी ज़मीन, वहाँ भी बड़ी बिल्डिंग बना रखी थी। जैसे वहाँ किराए वाले किसी की दुकान खोल रखी थी, किसी का अपना रोजगार था क्या। ചന്ദ്രാപുരിയിലെ ത്രിലോക് സിംഗും കുടുംബവും ഇത്തരത്തിൽ വീട് നഷ്ടപ്പെട്ടവരാണ്. നദീതീരത്തുള്ള വീട്ടിൽ ഭാര്യയും 2 പെൺകുട്ടികളുമായിരുന്നു താമസിച്ചിരുന്നത്. പ്രളയത്തിൽ വീടൊഴുകി പോകുമ്പോൾ ത്രിലോക് സിംഗ് ഡെറാഡൂണിലെ ജോലി സ്ഥലത്തായിരുന്നു. ആ പ്രളയ ദിവസത്തെ ഭാര്യ യമുന ഓർക്കുന്നു. अकेले थे घर में, हमारे पति बाहर नौकरी करते थे, तो हमको बहुत दिक्कत हुई उस टाइम। इधर इतर बितर हो गए थे, सामान भी बह गया था और बड़ी परेशानी हुई हमको यहाँ पे। ये जिस समय बेघर हुए थे, एक तवा तक नहीं बचा था किसी के पास, रास्ते सारे बंद थे। मगर 2 दिन बाद जो गवर्नमेंट के हेलीकॉप्टर आए, उनसे राशन जो आई उससे बचे हैं. 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. കോടികളുടെ സഹായം ജില്ലയിലേക്ക് വന്നു. സംസ്ഥാന കേന്ദ്ര ഫണ്ടുകൾക്ക് പുറമെ ലോകബാങ്ക് സഹായവും ലഭിച്ചു. 1778 കോടിയാണ് ലോകബാങ്ക് സംസ്ഥാനത്തിന് കടമായി നൽകിയത്. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്ക് 7 ലക്ഷം രൂപ വരെയും ഭാഗികമായി തകർന്നവർക്ക് 2 ലക്ഷവുമാണ് പുനർനിർമ്മാണത്തിന് ഭരണകൂടം അനുവദിച്ചത്. എന്നാൽ ഈ തുകയൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മതിയായില്ല. Government took some measures for special package for those people, like there are some STRF norms through which we give assistance to the people who lost their houses, who lost their animals, who lost their kith and kins in the disaster. So that is the policy of central government. There is certain amount which is given by the central government, but in addition to that amount, government of Uttarakhand issued some government orders also, and through those government orders we gave extra amount to the people. World Bank also helped in the reconstruction process. In our district itself, around 1500 houses were reconstructed, and the policy was named ODCH, Owners Driven House Construction. So this was the policy which was introduced by the state government. तो मकान तो 20-20 लाख में, 25-25 लाख में बना है, तो बाकी पैसा तो आदमी ने स्वयं व्यय किया है. कहाँ दिया सरकार ने भी हमको पूरा हेल्प, थोड़ा सा दिया, थोड़ा अपने आप बना दिया. പ്രളയത്തെ തുടർന്ന് കുടുംബങ്ങൾ പലയിടങ്ങളിലായി. പ്രകൃതിയിൽ നിന്നേറ്റ ആഘാതം മറ്റിടങ്ങളിലേക്ക് വാസമുറപ്പിക്കുന്നതിന് ജനങ്ങളെ നിർബന്ധിതരാക്കി. കൂടാതെ 24 മീറ്ററിനുള്ളിൽ നിർമ്മാണം പാടില്ലെന്നും ഭരണകൂടം ഉത്തരവിട്ടു. 2013 से आपदा से पहले यहाँ बहुत ज़्यादा कंस्ट्रक्शन था. गवर्नमेंट का अपना प्लान है, ऑल वेदर रोड में वो 24 मीटर ले रही है, तो वो ये चाहती है कि आने वाले समय में इसमें जो है रोड के नज़दीक और नदी के नज़दीक आपदा को देखते हुए वो ना किया जाए, कंस्ट्रक्शन ना किया जाए. 2900 लोगों का एम्प्लॉयमेंट था उसमें. रास्ते में जो दुकानें थी सोनपैट से केदारनाथ तक, और अभी मात्र 150 लोग वहाँ पर दुकानें कर रहे हैं छोटी मोटी. तो इस तरह से 2800 लोग आज भी बेरोजगार हैं, उनके लिए कोई रोजगार की व्यवस्था नहीं की गई. അന്നത്തെ പ്രളയത്തിൽ മന്ദാകിനി നദിയുടെ രുദ്രപ്രയാഗ് തീരത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ചന്ദ്രാപുരിയിൽ മാത്രം 42 വീടുകൾ ഈ തീരത്ത് നിന്ന് ഒലിച്ചുപോയി. ഗഡ്വാൾ വികസന അതോറിറ്റിയുടെ റെസ്റ്റ് ഹൗസും ഈ പ്രളയത്തിൽ ഒഴുകിപ്പോയി. അന്ന് പ്രളയം ഇല്ലാതാക്കിയ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രുദ്രപ്രയാഗിൽ നിന്ന് കേദാർനാഥിലേക്കുള്ള ഈ വഴികളിൽ ഇപ്പോഴും റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. പ്രളയമുണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്കു പുറമെ ഓരോ മഴയിലും കുന്നിടിയുന്നു. 1520 കിലോമീറ്റർ റോഡാണ് സംസ്ഥാനത്ത് പ്രളയത്തിൽ തകർന്നത്. ജില്ലയിൽ ബഡ്വാടി, ചാൽസൌട്ട്, അഗസ്ത്യമുനി എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം റോഡുകൾ ഒലിച്ചുപോയത്. ലോകമറിഞ്ഞ മഹാപ്രളയത്തിനു പുറമെ എപ്പോഴും പ്രകൃതി ദുരന്തത്തിനിരയാകുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. ഒരു വശം കുത്തിയൊഴുകുന്ന മന്ദാകിനി നദി, മറുവശം വലിയ മലനിരകൾ. ഇതിനിടയിലൂടെ കടന്നുപോകുന്ന റോഡുകളിലേക്ക് പതിക്കുന്ന കൂറ്റൻ പാറകളും മണ്ണിടിച്ചിലും. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. प्रॉब्लम हुई तो फिर क्या हो गया कि पूरा मार्केट बंद हो गया, गाड़ियाँ बंद हो गई, तो लोगों को यहाँ पे इतनी प्रॉब्लम हो गई कि घर में राशन नहीं होता है, गैस की प्रॉब्लम हो गई, लकड़ियों की प्रॉब्लम हो गई, और जैसे हॉस्पिटल तक भी लोग पहुँच नहीं जा पा रहे थे उस टाइम पे. നദീതീരങ്ങൾ
സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവിൽ ആളുകൾ കുന്നിൻ മുകളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പുനരധിവാസം വീണ്ടും പ്രകൃതിക്കുമേൽ നടത്തുന്ന കയ്യേറ്റമല്ലേ? എന്തുകൊണ്ടാണ് ഭൂവിനിയോഗത്തിലും കെട്ടിട നിർമ്മാണത്തിലും ഒരു പുതിയ നയം ഭരണകൂടം ആലോചിക്കാതെ പോയത്? നദീതീരത്ത് കെട്ടിടങ്ങൾ ഉയർന്നു പൊങ്ങിയതുപോലെയാണ് മലനിരകളിലേക്ക് നിർമ്മാണ പ്രവർത്തനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തകർന്നുപോയ സ്കൂളുകളും ആരാധനാലയങ്ങളുമെല്ലാം മലനിരയിലേക്ക് കയറി തുടങ്ങി. മന്ദാകിനി തീരത്തുണ്ടാകുന്ന പ്രളയം നദീതീരത്ത് താമസിക്കുന്ന ജനങ്ങളെ ഓരോ വർഷം തോറും എന്ന രീതിയിൽ മുകളിലേക്ക് താമസയോഗ്യമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വീട് തകർന്നവർക്ക് മുമ്പിൽ ഭരണകൂടം 3 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. മറ്റൊരിടത്തേക്ക് വാസമുറപ്പിക്കുക, നിലവിലുള്ള ഗ്രാമങ്ങളിലേക്ക് പോകുക, പരിസ്ഥിതി ആഘാതമേൽക്കാതെയുള്ള പുതിയ ഇടങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു. If somebody chose some new place that were properly surveyed by the geologist, and also the environmental concern were also seen, any new forest area or any new barren area, or we can say the virgin area, should not be disturbed by the rehabilitation process, because this was majorly kept into mind that we should not cut the forest for rehabilitation works. എന്നാൽ ഈ നിർദ്ദേശങ്ങളും നയങ്ങളും പാലിക്കപ്പെട്ടില്ല എന്നതാണ് മലനിരകളിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ വ്യക്തമാക്കുന്നത്. സമതലങ്ങളിലെ വികസനം പോലെയല്ല കുന്നും മലകളും ഇടിച്ചു നിരത്തിയുള്ള വികസനം. 101 ഗ്രാമങ്ങൾ അതീവ ജാഗ്രത വേണ്ട ദുർബല പ്രദേശങ്ങളാണെന്ന റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ വികസനം മുന്നേറുന്നത്. പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ നാട്ടിൽ കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ജനങ്ങളുടെ ഉപജീവനമാർഗം. നദീതീരത്ത് തന്നെയായിരുന്നു കൃഷിയിടവും. നെല്ല്, ദാൽ തുടങ്ങി പലതരം ധാന്യങ്ങളാണ് കൃഷി ചെയ്തിരുന്നത്. പ്രളയം വൻതോതിലുള്ള കൃഷിനാശത്തിനിടയാക്കി. भूमि पूरी ख़त्म हो गई थी, क्योंकि जब फ्लड आया था तो पहली बार सब ने इतना ज़्यादा बहुत ज़्यादा नुकसान हुआ. कम से कम 300 परिवार तो बेघर हो गए थे घर से. यहाँ पे जो लोग करते हैं ज़्यादा से अपनी कृषि पे, अपनी लोकली उस पर आधारित रहते हैं, क्योंकि यहाँ पे व्यवसाय तो कम कृषि पे है ज़्यादातर लोगों की, इसलिए लोग व्यवसाय कृषि पे ही व्यवसाय करते थे. एग्रीकल्चर तो कुछ जैसे कुंड से, और यहाँ सौड़ी चंद्रापुरी के पास आप कल गए होंगे, देखा होगा, तो कुछ ज़मीन बह गई थी. उसको भी कोई गवर्नमेंट ने रिस्टोर नहीं किया. कई लोगों को एग्रीकल्चर वो लैंड नहीं दिया, लोगों के हाल पे छोड़ रखा है, कहाँ वो रहेंगे, क्या करेंगे, कोई रिस्टोर नहीं हुआ. तो ज़मीन का तो गवर्नमेंट ने मुआवजा दिया था, वो ज़मीन को सुधारीकरण करने के लिए. कितना मिला उसमें 2500 रुपये ऐसा मिला था. तो अभी आप जब आए होंगे ऊपर, तो रोड के नीचे की साइड में उधर हम लोगों की, यहाँ गांव की सब लोगों की उसमें ज़मीन थी. तो उतने बड़े बड़े पत्थर हैं उसमें, हम 2500 रुपये में हटाना बहुत मुश्किल है. നഷ്ടപ്പെട്ട കൃഷിയിടങ്ങളോ കൃഷിയോ വീണ്ടെടുക്കാൻ ഇപ്പോഴുമായിട്ടില്ല. പ്രളയം ബാക്കിവെച്ച നദീതീരത്താണ് അവശേഷിക്കുന്ന കൃഷിയിടങ്ങൾ. കൃഷിയിടം നഷ്ടപ്പെട്ടവർക്ക് ഉപജീവനത്തിനായി മറ്റു സഹായങ്ങൾ ഭരണകൂടം നൽകുകയായിരുന്നു. The entire agriculture land was washed out due to the river, so government diverted them to the different activities, other livelihood activities where they can get their livelihood. So like handicraft, handloom and animal husbandry, these were the activities which were provided to disaster affected people at that. ഇതിനു പുറമെ കൃഷിയെ വീണ്ടെടുക്കാനായി ചെറിയ രീതിയിലുള്ള നീക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണിത്. വീടുകളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഇവർ തന്നെ പച്ചക്കറി കൃഷി തുടങ്ങി. This the doing is the vegetables and fruits and fun. Monthly is the standard 20,000 as. ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടവയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ഈ പ്രദേശവും ജനതയും. പ്രളയം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അതിജീവിക്കുക അത്ര എളുപ്പമല്ല എന്നു തന്നെയാണ് രുദ്രപ്രയാഗിൽ നിന്നുള്ള കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. 5 വർഷം പിന്നിട്ടിട്ടും പ്രളയത്തിൽ ഒലിച്ചുപോയ പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനായിട്ടില്ല. ജില്ലയിലെ ചന്ദ്രാപുരി, അഗസ്ത്യമുനി, വിജയനഗർ എന്നിവിടങ്ങളിലെ പാലങ്ങളാണ് പ്രളയത്തിൽ ഒലിച്ചുപോയത്.
ഇതിൽ 2 എണ്ണം പുനർനിർമ്മിച്ചെങ്കിലും വിജയനഗറിലേത് ഇപ്പോഴും പൂർത്തീകരിക്കാനായിട്ടില്ല. സംസ്ഥാനത്ത് മൊത്തം 154 പാലങ്ങളാണ് പ്രളയം കവർന്നെടുത്തത്. चंद्रापुरी वाला तैयार हो गया, अभी आपका जो है विजयनगर वाला तैयार नहीं हुआ, और सिल्ली अगस्पुनी सिल्ली का जो है पहले तैयार हो गया था. നഷ്ടപ്പെട്ട റോഡുകളും പാലങ്ങളും വർഷങ്ങളെടുത്താണെങ്കിലും ഇങ്ങനെയെല്ലാം പുനർനിർമ്മിക്കാനാകും. എന്നാൽ പൊലിഞ്ഞുപോയ മനുഷ്യജീവനുകൾക്ക് പകരം എന്ത് എന്നതിന് ഉത്തരം കണ്ടെത്താനാകില്ല. പ്രിയപ്പെട്ടവരെ വേർപെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ട് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ. അങ്ങനെയുള്ള ഒരിടമാണ് ദേവിലി ബനിഗ്രാം എന്ന ഗ്രാമം. ഈ ഗ്രാമം ഇന്നറിയപ്പെടുന്നത് വിധവകളുടെ ഗ്രാമം എന്ന പേരിലാണ്. 54 പേരാണ് ഇവിടെ മരിച്ചത്. കേദാർനാഥുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു ഇവർ. വിധവകളായ ഇവരുടെ ജീവിതം എങ്ങനെയെന്ന് അന്വേഷിച്ചായിരുന്നു ദേവിലി ബനിഗ്രാം എന്ന ഗ്രാമത്തിലേക്ക് ചെന്നത്. ഗുപ്തകാശിക്കടുത്താണ് ദേവിലി ബനിഗ്രാം എന്ന ഗ്രാമം. സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടിയോളം ഉയരം. മണ്ണിടിച്ചിലും പാറവീഴ്ചയെയും അതിജീവിച്ച് ഇവിടെ എത്തിപ്പെടുക എന്നത് അപരിചിതരെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ്. എന്നാൽ ഉയരങ്ങളിലെത്തുന്നതോടെ അതിമനോഹരമായ ഗ്രാമത്തിലേക്കാണ് ചെന്നെത്തുന്നത്. മലമുകളിൽ നിന്നാൽ മഞ്ഞു പുതച്ച മലനിരകൾക്കപ്പുറം വെള്ളിരത്നം പോലെ ഹിമാലയം കാണാം. എന്നാൽ ഈ മനോഹാരിതയ്ക്കിപ്പുറം ജീവിതത്തോട് പൊരുത്തപ്പെടുന്ന കുറെ സ്ത്രീകളുണ്ട് ഇവിടെ. പൂനം തിവാരിയുടെ ഭർത്താവ് സുരേഷ് തിവാരി കേദാർനാഥിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഏക മകളോടൊപ്പം പൂനം ഈ കുന്നിൻ മുകളിൽ മാസാവസാനമെത്തുന്ന സുരേഷിനെ നോക്കിയിരുന്നു. എന്നാൽ മഹാപ്രളയം ആ കാത്തിരിപ്പ് ഇല്ലാതാക്കി. ഇന്ന് പൂനം ജീവിതത്തിലേക്ക് പതുക്കെ മടങ്ങിയെത്തിയിട്ടുണ്ട്. കൃഷി ചെയ്തും അടുത്തുള്ള പരിശീലന കേന്ദ്രത്തിൽ നിന്ന് തുന്നൽ പഠിച്ചും വരുമാനം കണ്ടെത്തുന്നു. हाँ, पालन पोषण हो रहा है बच्चों का सही ढंग से. अब मतलब अपना सब लोग अपना खेती बाड़ी कर रहे, अपना बच्चों का पालन पोषण कर रहे, सब ठीक ठाक है. अभी सुलभ इंटरनेशनल है ना, वो गांव में आए थे आपदा के टाइम, तो उस टाइम से हम सिलाई सिखाते हैं वहाँ पे. So for those people and the other people also, government started the scheme of cow rearing. So government gave 1 or 2 cows to each families, to each women to sustain their livelihood. ദേവിലി ബനിഗ്രാമിനു പുറമെ സെമി, ബസ്വാഡ എന്നീ ഗ്രാമങ്ങളിലും വിധവകളാക്കപ്പെട്ടവരുണ്ട്. ഇവരെല്ലാം ജീവിതത്തിലേക്ക് പതിയെയാണെങ്കിലും തിരിച്ചു കയറുന്ന കാഴ്ചകളും താഴ്വരയിൽ കാണാനായി. ജലവൈദ്യുത പദ്ധതികൾ മിക്കവാറും പ്രളയത്തിൽ തകർന്നു പോയിരുന്നു. അവ വീണ്ടും അതേ രൂപത്തിൽ പുനർനിർമ്മിക്കപ്പെടുകയാണ്. പ്രളയം പഠിപ്പിച്ച പാഠങ്ങൾ പദ്ധതിയുടെ നിർവഹണ ഘട്ടത്തിൽ എവിടെയെങ്കിലും പ്രയോജനപ്പെടുത്തിയോ? വികസന സങ്കല്പത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ എന്തെങ്കിലും പൊളിച്ചെഴുത്ത് നടത്തുന്നുണ്ടോ? ഡാമുകൾക്കെതിരെ ഉയരുന്ന ശബ്ദം എപ്പോഴും ദുർബലമായിക്കൊണ്ടിരിക്കുകയും ഏത് പരിസ്ഥിതി ലോല മേഖലയിലും ഡാമുകൾ പടുത്തുയർത്താമെന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്. അതുതന്നെയാണ് ഉത്തരാഖണ്ഡിൽ നിന്നുമുള്ള കാഴ്ചകളും വ്യക്തമാക്കുന്നത്. ഡാമുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ 17 ഡാമുകളാണ് പ്രളയം തകർത്തെറിഞ്ഞത്. അതിൽ 4 എണ്ണം നിന്നിരുന്നത് കേദാർനാഥിനും രുദ്രപ്രയാഗിനും ഇടയിലാണ്. സ്വകാര്യ കമ്പനികളുടേതാണ് പദ്ധതികളെല്ലാം. പ്രളയം തകർത്ത ശ്രീനഗറിലുണ്ടായിരുന്ന ഡാമിന്റെ ദൃശ്യങ്ങളാണിത്. അത് വീണ്ടും അതേപടി പുനർനിർമ്മിച്ചു. इसमें पूरे रुद्रप्रयाग जो आप मंदाकिनी पे यहाँ से जाएंगे, यहाँ से 2 बड़े डैम जो है 2 बड़ी कंपनियों के बन रहे हैं. एक तो ये बन रहा है सिंगोली भटवाड़ी, ये है 11.90 किलोमीटर डैम बन रहा है, जो अंडरग्राउंड सुरंग बन रहा है. और इसमें 33 गांव इफेक्टेड हैं इससे. लेकिन इस पर और दूसरा जो है फाटा सीतापुर, वो लैंको कंपनी बना रही थी, उस पे 20 गांव प्रभावित थे. और इन्होंने जो ब्लास्ट किए हैं लगातार 2017 से, तमाम जगह पानी के स्रोत सूखे हैं. എന്നാൽ പരിസ്ഥിതിക്ക് അനുയോജ്യമാകും വിധത്തിലാണ് ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണാനുമതി നൽകിയിട്ടുള്ളത് എന്നാണ് അധികൃതരുടെ വാദം. Dams, either they're small dams or big dams, that is the entirely things at the government level, that could be central government or state government. So proper permission are being given, and environment impact assessment, they used to do this process also.
and these are runoff river dams. So these have their specifications. These specifications are in coordination with the environmental conditions also. So at district level, we used to monitor each and every activity. അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ ഹിമാലയൻ താഴ്വരയിൽ ഉയരുന്ന ഡാമുകൾ ഹിമതടാകങ്ങൾക്ക് അതീവ അപകടകരമാണെന്ന് വിദേശ പഠനങ്ങൾ വരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആഗോള താപനം മൂലം ഹിമവിസ്ഫോടനത്തിൽ വരെ സാധ്യതയുണ്ടെന്ന് ജർമ്മനിയിലെ പോട്സ്ഡാം സർവകലാശാല നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. മഹാപ്രളയം വലിയ മുന്നറിയിപ്പ് തന്നിട്ടും വികസന സങ്കല്പങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറല്ല എന്നതാണ് ഡാമിന്റെ പുനർനിർമ്മാണം കാണിച്ചു തരുന്നത്. സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗമായ കേദാർനാഥിൽ തീർത്ഥാടകർ പഴയതുപോലെ എത്തുന്നുണ്ട് എന്നാണ് ജില്ലാ അധികൃതരുടെ അവകാശവാദം. എന്നാൽ പ്രളയം താണ്ഡവമാടിയ കേദാർനാഥിനെ ഭയാശങ്കയോടെയാണ് അധികൃതർ ഇപ്പോഴും നോക്കിക്കാണുന്നത്. തീർത്ഥയാത്ര പിന്നീട് ആത്മീയ ടൂറിസത്തിലേക്ക് വഴിമാറിയതിന്റെ ഫലമാണ് കേദാർനാഥ് ക്ഷേത്രവും അവിടേക്കുള്ള യാത്രയും. പ്രളയത്തിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ക്ഷേത്ര പരിസരത്തെ പുനർനിർമ്മിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഭരണകൂടം നടത്തിയിട്ടില്ല. പകരം അവിടേക്കുള്ള യാത്രയ്ക്ക് വേണ്ട റോഡ് നിർമ്മാണത്തിനാണ് ഊന്നൽ നൽകിയത്. കൂടാതെ വാർത്താവിനിമയ സൗകര്യം ഉറപ്പുവരുത്തുക എന്നതിനും പ്രാധാന്യം നൽകി. We improved the connectivity. The major part which I think was very important was the connectivity. The mobile connectivity, the communication network in the valley, that is the communication network which is established in the district level itself. We have our intranet. കേദാർനാഥിൽ നിന്ന് തുടങ്ങിയ പ്രളയം ക്ഷേത്രത്തിന് ഇരുവശവും ഉണ്ടായിരുന്നതിനെയെല്ലാം തൂത്തെറിഞ്ഞു. തീർത്ഥാടകരും മൃഗങ്ങളുമടക്കം ആയിരങ്ങൾ കുത്തൊഴുക്കിൽപ്പെട്ടു. ഗൗരികുണ്ടിൽ നിന്ന് റാംബാഡയിലേക്കുള്ള റോഡ് മുഴുവൻ ഒലിച്ചുപോയി. ഇന്ന് രുദ്രപ്രയാഗ് ജില്ലാ ആസ്ഥാനത്ത് കേദാർനാഥിനെ എപ്പോഴും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനായുള്ള നിരീക്ഷണ സെൽ ഇവിടുത്തെ ചെറിയ ചലനം പോലും ശ്രദ്ധിക്കുന്നു. അത്രമാത്രം പ്രളയം കേദാർനാഥിനെ ഒറ്റപ്പെടുത്തിയിരുന്നു. This area was filled with houses that time and which were completely washed away or severely damaged. So we have removed that debris and constructed 50 feet wide road. Earlier it was 2 or 3 feet wide road only. This temple platform was also constructed after the disaster. Earlier it was very small and this is 50-foot wide road. This road also constructed after the disaster. പ്രളയത്തിനു ശേഷം ഈ വർഷം ഭരണകൂടം പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള തീർത്ഥാടകരാണ് എത്തിയതെന്ന് അവകാശപ്പെടുന്നു. And this time you will not believe that all the records have been broken and we have 6,45,000 pilgrims till now because 2 months are left in Yatra. So we are expecting around 8 to 9 lakh people. So that will be the record breaking number of tourism at that place. ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടവയെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് രുദ്രപ്രയാഗിലെങ്ങും. തകർന്ന റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുന്നു. ഭൂവിനിയോഗത്തിലും ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണത്തിലും പുതിയ നയം നടപ്പിലാക്കാൻ ഇനിയും സാധ്യമായിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങൾ എപ്പോഴും എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അതിനെ നേരിടാനുള്ള പാഠങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇതിനെയെല്ലാം അവഗണിക്കപ്പെടുമ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങൾ വൻ ദുരന്തത്തിന് കാരണമാകുന്നത്. പുനർനിർമ്മാണം പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് വീണ്ടും വഴിവെക്കുന്ന കാഴ്ചയാണ് ഉത്തരാഖണ്ഡിലേത്. വികസനത്തിന് ബദൽ സൃഷ്ടിക്കാനുള്ള അന്വേഷണത്തിൽ വിജയിക്കാനാകുമോ എന്ന ചോദ്യമാണ് കേരളവും നേരിടുന്നത്.